കഥ നടക്കുന്നത് ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. ലെന എന്നു പേരുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ നഗരത്തിലുള്ള തൻ്റെ താമസം മാറ്റി ഗ്രാമത്തിലേക്ക് കുടിയേറുകയുണ്ടായി. അവൾ തനിച്ചായിരുന്നു. അവളുടെ ഭർത്താവ് സൈന്യത്തിലായിരുന്നു. യുദ്ധത്തിനിടയിൽ അവളുടെ ഭർത്താവിനെ അവൾക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അവൾക്ക് ഗ്രാമത്തിൽ വളരെ വില കുറവിൽ ഒരു വീട് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അവൾ തൻ്റെ വീട്ടു സാധനങ്ങളുമായി അവൾ അതിലേക്ക് കുടിയേറി. അവൾ അവിടെ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. ചുറ്റുമുള്ള ആളുകളെല്ലാം അവളെ വളരെ ആശ്ചര്യത്തോടെയാണ് നോക്കുന്നത്. അവൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ആ ഗ്രാമത്തിനും അതിലുള്ള ആളുകൾക്കുമിടയിൽ വല്ലാത്തൊരു നിഗൂഢത ഒളിഞ്ഞിരുന്നു. ഒരു വൃദ്ധ അവളുടെ അടുത്തേക്ക് വരികയുണ്ടായി. അവർ അവളോട് അവളെക്കുറിച്ച് ചോദിച്ചു. അവൾ ആദ്യമൊന്നും തന്നെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല. എന്നാൽ താൻ വളരെ ദൂരെ നിന്നാണ് വരുന്നതെന്നും ഇവിടെ എനിക്ക് തീരെ ആരെയും പരിചയമില്ല എന്നും അവൾ പറയുകയുണ്ടായി. ആ വൃദ്ധ പുഞ്ചിരിച്ചു. മോള് പേടിക്കണ്ട, ഇവിടെ ഉള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മോള് വീട്ടിലേക്ക് പോയിക്കോളൂ, നേരം ഇരുട്ടിയിരിക്കുന്നു. അങ്ങനെ ആ വൃദ്ധ അവളുടെ വീട്ടിൽ നിന്ന് പോവുകയുണ്ടായി. അവളൊന്ന് കുളിച്ച് ഫ്രഷായതിനു ശേഷം വസ്തുക്കളെല്ലാം വീടിൻ്റെ ഓരോയിടത്തേക്ക് മാറ്റിവെക്കുകയുണ്ടായി. നേരം രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. അവൾ ഒരു കഷ്ണം റൊട്ടി കഴിച്ച് ക്ഷീണം അകറ്റുവാൻ വേണ്ടി ഹാളിലുള്ള സോഫയിൽ ഉറങ്ങുകയുണ്ടായി. ഉറക്കത്തിനിടയിൽ അവൾ ഒരു സ്വപ്നം കണ്ടു. അവളുടെ ഭർത്താവുമായുള്ള ജീവിതമായിരുന്നത്. അവൾക്ക് അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു നിലവിളി ശബ്ദം കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. അവൾ വല്ലാതെ ഭയപ്പെട്ടു. പിന്നീട് തനിക്ക് തോന്നിയതാവാമെന്ന് കരുതി അവൾ വീണ്ടും ഉറങ്ങുവാൻ വേണ്ടി പോയി. എന്നാൽ അവളുടെ സമാധാനം ഏറെ നേരം നിലനിന്നില്ല. ഹാളിൻ്റെ അടുത്തുള്ള മുറിയുടെ അകത്തു നിന്നും വാതിലിൽ മുട്ടുന്നൊരു ശബ്ദം അവൾ കേട്ടു. അവൾ ഭയം കൊണ്ട് മരവിച്ചു പോയി. അവൾ തൻ്റെ മുഴുവൻ ധൈര്യം സംഭരിച്ച് വാതിലിൻ്റെ അടുത്തേക്ക് നടക്കുകയുണ്ടായി. വളരെ വിചിത്രമായൊരു വാതിലായിരുന്നു അത്. ഇങ്ങനെയൊരു മുറി ഇവിടെയുള്ള കാര്യം അവൾ ഇപ്പോഴാണ് നേരെ ശ്രദ്ധിക്കുന്നത്. അവൾ തുറക്കാനൊന്നും ശ്രമിച്ചില്ല. അവൾ ഇതൊക്കെ തൻ്റെ തോന്നലുകളാവാമെന്ന് വിചാരിച്ച് വീണ്ടും ഉറക്കുവാൻ വേണ്ടി പോയി. അങ്ങനെ രാവിലെ അവൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച ശേഷം പുറത്തെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി പുറത്തേക്കിറങ്ങി. വളരെ വിചിത്രമായിരുന്നു ആ ഗ്രാമം. അങ്ങുമിങ്ങുമായി ചിതറിക്കിടക്കുന്ന വീടുകൾ. അതിൽ പലതും ആൾ താമസമില്ല. ഒരു പ്രേതാലയം പോലെ അത് അവിടെ നിലനിൽക്കുന്നു. അവൾ കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിച്ചു. അപ്പോൾ അവൾ ഇന്നലെ കണ്ട ആ വൃദ്ധയെ വീണ്ടും കണ്ടുമുട്ടി. അവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചു. സംസാരത്തിനിടക്ക് അവൾ താൻ ഇന്നലെ ഹാളിലുള്ള മുറിയിൽ നിന്ന് കേട്ട ശബ്ദത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആ വൃദ്ധ അതിന് മറുപടി പറഞ്ഞു. നീ ഒരിക്കലും ആ വീട്ടിലുള്ള ആ മുറി തുറക്കരുതേ. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. അല്പസമയത്തിന് ശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ആ വൃദ്ധയുടെ വാക്കവൾ കാര്യമാക്കിയില്ല. അങ്ങനെ അന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയുണ്ടായി. പതിവ് പോലെ അന്ന് രാത്രിയിലും ആ മുറിയിൽ നിന്ന് ശബ്ദം കേട്ടു. അവൾ അതിനെ കാര്യമാക്കിയില്ല. കുറച്ചു കഴിഞ്ഞ് ഒരു ചെറിയ കുഞ്ഞ് കരയുന്ന ശബ്ദം അവൾ ആ മുറിക്കകത്ത് നിന്ന് കേട്ടു. അവൾ അത്ഭുതപ്പെട്ടു പോയി. അതിൻ്റെ അകത്ത് എന്തായിരിക്കുമെന്ന് അറിയാൻ അവൾക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു. അവൾക്ക് ആത്മാക്കളിലും പ്രേതങ്ങളിലുമൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ആ മുറിയുടെ അടുത്തെത്തി. അതിൻ്റെ വാതിൽ ഒരു പ്രത്യേകതരം പൂട്ടുപയോഗിച്ച് ബന്ധിച്ചിരുന്നു. അവൾ ഒരു കോടാലി ഉപയോഗിച്ച് അത് പൊട്ടിക്കുകയുണ്ടായി. അങ്ങനെ അവൾ ആ മുറിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ആ മുറിയിൽ അവൾക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ കുറച്ചു നേരം ആ റൂം പരിശോധിച്ചപ്പോൾ ഒരു മരപ്പലക പ്രത്യേക രീതിയിൽ വെച്ചതായി അവൾ ശ്രദ്ധിച്ചു. അവൾ അത് മാറ്റിയപ്പോൾ മണ്ണിനടിയിലേക്കുള്ള കുറച്ച് ചുവട്ടുപടികൾ കണ്ടു. അതൊരു ബങ്കറിലേക്കുള്ള പോലത്തെ ചുവട്ടുപടികളായിരുന്നു. അവൾ അതിലൂടെ താഴേക്കിറങ്ങി. അവിടെ എന്തായിരിക്കുമെന്ന് അറിയാൻ അവളുടെ ഉള്ളിൽ വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. തൻ്റെ കയ്യിലുള്ള വെളിച്ചം ആ ഭാഗത്തേക്ക് തിരിച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം പല സ്വർണ്ണാഭരണങ്ങളും വജ്രങ്ങളും
മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളുമായിരുന്നു അവിടെ. അവൾക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അവൾ അത് ശേഖരിക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കുവാൻ വേണ്ടി തിരികെ പോവുകയുണ്ടായി. പക്ഷേ മുകളിൽ കയറി ചെന്നപ്പോൾ ആ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു. അവൾ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് ആരോ പുറത്തു നിന്ന് പൂട്ടിയതുപോലെയായിരുന്നു. അവൾ വല്ലാതെ ഭയപ്പെടുകയുണ്ടായി. അവൾ നിലവിളിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടായില്ല. പെട്ടെന്ന് താഴെയുള്ള ബങ്കറിൽ നിന്ന് ചില ശബ്ദങ്ങൾ അവൾ കേട്ടു. അതോടൊപ്പം ഒരു അലർച്ചയും. അവൾ അവിടേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇരുട്ടിൽ 2 ചുവന്ന കണ്ണുകൾ അവൾ കണ്ടു. പതിയെ കണ്ണുകൾ അവളുടെ അടുത്തേക്ക് വരുന്നത് പോലെ അവൾക്ക് തോന്നുകയുണ്ടായി. അവൾ തൻ്റെ കയ്യിലുള്ള ആ വെളിച്ചം ആ ഭാഗത്തേക്ക് എറിയുകയുണ്ടായി. അതെറിഞ്ഞ സമയത്ത് ആ വെളിച്ചത്തിൽ അവൾ ആ രൂപത്തെ കണ്ടു. വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു ആ രൂപം. പിന്നീട് ആ മുറിയിൽ നിന്ന് ഒരു അലർച്ചയാണ് നാം കേൾക്കുന്നത്. പിന്നീട് ഒരിക്കലും തന്നെ ആ സ്ത്രീയെ ആരും തന്നെ അവിടെ കണ്ടിട്ടില്ല.